സന്തോഷം കാണുക സന്തോഷത്തിലേക്കാണ്. ഇപ്പം പ്രേക്ഷകരായാലും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പേര് കേട്ടാലും അടച്ചുള്ള സർട്ടിഫിക്കറ്റ് കണ്ടാലും തിയേറ്ററിൽ ഒരുപാട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുന്നത്? ആക്ച്വലി അൺസറി പടമാണ്. അത് നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തത്. പക്ഷേ 18 വയസ്സിന് വേണ്ടുള്ളവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കണ്ട് ചിരിക്കാനുള്ള സിനിമയുണ്ട്. ആ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തില്ലെങ്കിൽ ഫാമിലി അത് നമ്മളാ മാറി കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, അതൊരു തിയേറ്ററിൽ ഒരുമിച്ചിരുന്ന് കണ്ട് ചിരിക്കാൻ ഉള്ള സിനിമയാണ്. അപ്പം അത്തരത്തിൽ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു ഫൺ ടൈം കുറച്ച് സമയം ഒന്ന് ചിരിക്കാം. കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയ കാണാം. സിനിമയിൽ അങ്ങനെ ഒരു സ്പായുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു മൂവികൾ സിനിമ വന്നിട്ടില്ല. വരാത്തൊരു ഏരിയ കാണാനും ചിരിക്കാനുമുള്ള ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാവുന്ന സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഇപ്പോൾ ഇതുവരെയുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1983 ഒരു തോറ്റുപോയ ക്രിക്കറ്റുകാരൻ്റെ കഥ, പൂമരം കലോത്സവത്തിൽ നടക്കുന്ന കഥ, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ഭയങ്കര റോ ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റോറി, ഇപ്പോൾ അതിനുശേഷം ഈ സിനിമ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റൂടെ പറയണമെന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത്? അപ്പോൾ അങ്ങനെ കാരണം സാർ ആരും പറയാത്ത കഥകളാണ് സാർ പറയാൻ സെലക്ട് ചെയ്യാറുള്ളത്. നമ്മളങ്ങനെ ഇതിന് മുൻപ് വരാത്ത സിനിമകൾ വേണമല്ലോ ചെയ്യാനായിട്ട്. ആ തരത്തിൽ ഇത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണെന്ന് തോന്നി. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, കഥാഗതികളും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ഏരിയ ആണെന്ന് തോന്നി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നി. ഇങ്ങനൊരു കഥാപരിസരം വന്നിട്ടില്ലാത്തതാണെന്ന് തോന്നി. പുതിയൊരു കാഴ്ച കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ രസകരമായിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് തോന്നിയിട്ടാണ്. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് ലാസ്റ്റ് റിയൽ ഒരു വെടിവെപ്പ് തോന്നി. നമ്മുടെ കടവന്ത്രയിൽ ഒരു വെടിവെപ്പ് നടന്നില്ല പാർട്ടിൽ. അതിൻ്റെ ഒരു സാമ്യം തോന്നി എനിക്ക് അവസാനം കണ്ടപ്പോൾ. അതായത് ആ വെടിവെപ്പ് നടന്ന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തി കവർ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സാമ്യമായിട്ട് തോന്നി. അതുമായി ബന്ധപ്പെട്ട് എഴുതിയ കഥയാണോ? വെടിവെപ്പ് ഞാനും കേട്ടിരുന്നു. പക്ഷെ അതൊരു പുറത്തുനിന്ന് വെടിവെച്ചതല്ലേ, ഒരു പുറത്തുനിന്ന് വെടിവെച്ചിട്ടൊക്കെ പോകല്ലേ. ഇത് കുറച്ച് അതൊക്കെ ചിലപ്പോൾ നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കഥ കേട്ടതിൻ്റെയൊക്കെ അതാവശ്യം ബന്ധമില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെടിവെപ്പ് നടന്നല്ലോ എന്നൊക്കെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും ഓർമ്മയിൽ വന്നിട്ടുണ്ടാവാം. റിയലി വെരി ഹാപ്പി. 18 വയസ്സുള്ള മുകളിലെ ആൾക്കാർക്കാണ് കാണണ്ടേ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാവരും 18 മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് കാണട്ടെ. അടിപൊളിയാണ്. അതെ അല്ലേ, പക്കച്ചിരിയല്ലേ. സത്യം പറഞ്ഞ എല്ലാവർക്കും വിചാരിക്കുന്ന പോലെ പറഞ്ഞ അങ്ങനെ അപകടകരമായിട്ടുള്ള അല്ല. ജോക്സ് ആണ് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈനിങ്, ഒരു ഹാപ്പി വൈബിലൊരു പൂജിത ആദ്യം പറഞ്ഞ പടം മുഴുവൻ കണ്ടിട്ടില്ല. ഇത് മുഴുവൻ കണ്ടപ്പോൾ തോന്നുന്നു. മുഴുവൻ കണ്ടപ്പോൾ എന്താ പറയുക, നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. നമ്മൾ ലൈക്ക് ഒരു ഓളം ഒക്കെ പറയില്ലേ, അത് ഓരോ ആൾക്കാരും ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ചിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ വട്ടം ആൾക്കാരുടെ റെസ്പോൺസ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക തരം സന്തോഷമാണ് നമുക്ക്. ആക്ച്വലി എന്താ പറയുക, ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ലൈക്ക് ഓരോ പെർഫോമൻസ് കാണാൻ പറ്റിയായിരുന്നു. ആൻഡ് റിസപ്ഷൻ ആയ നിലയിൽ തന്നെ എനിക്ക് എല്ലാവരുടെയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് കുറേ തന്നെ എന്താണ് ഓരോ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് കാണുമ്പോൾ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. കാരണം എല്ലാവരുടെയും ഹ്യൂമർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിന്റെ പേരായിക്കോട്ടെ, ചൂസ് ചെയ്ത പേര് വരെ ഭയങ്കര അടിപൊളിയാണ് പറയാ. അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അപ്പോൾ ഷൈൻ സർ അത്രയും തോട്ട് കൊടുത്തിട്ടുണ്ട് ഈവൻ ഒരാളുടെ ക്യാരക്ടറിന് ലൈക്കിന് ഒരു ക്യാരക്ടർ കൊടുക്കാം.